ഹായ് നമസ്കാരം. എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം പോത്തൻകോടാണ് താമസം. കുറച്ച് പേർക്ക് എന്നെ അറിയായിരിക്കും. ഞാൻ റഷ്യൻ സമോയിഡ് ഡോഗ് ബ്രീഡിലാണ് ബ്രീഡിങ് ചെയ്യുന്നത്. ഇതെൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫീമെയിലാണ്. അതിൻ്റെ പപ്പിയാണ് ഈ കാണുന്നത്. ഇവളുടെ പേര് അമ്മു എന്നാണ്. ഇപ്പോൾ 2.5 വയസ്സ് പ്രായമായി. ചെറുതിലെ മുതലേ ഡോഗ്സിനോടും പ്രാവിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. മീൻ, മുയൽ, അങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് ഇതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡോഗിനെ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് സാമ്പത്തികമൊന്നും പറ്റിയില്ലായിരുന്നു. എന്നാലും പയ്യെ ചെറിയ ഇതിൽ തുടങ്ങി, ഒരു ചെറിയ ലാബ് അങ്ങനെ തുടങ്ങി. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കുട്ടി, ഒരു റോട്ടുണ്ടായിരുന്നു, ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പയ്യെ അതൊക്കെ നിർത്തി ഞാൻ ഒന്ന് UAE പോയായിരുന്നു. ഒരു 6 വർഷം UAE ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നാട്ടിൽ ഇതേപോലെ ലീവിന് വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പഞ്ചാബിലുണ്ട്. അങ്ങനെ ഒരു ഷോയ്ക്ക് പോകാനിടയിൽ അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ഈ സാമോയിഡിനെ ആദ്യമായിട്ട് കാണുന്നത്. അത് ഇവിടെയും ഷോയ്ക്കൊന്നും അധികം വന്നിട്ടില്ല, കേരളത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിത് കുറേ നാളായിട്ട് പറഞ്ഞു വച്ചിരുന്നു, എനിക്ക് ഇതിൽ നിന്ന് ഒരു കുട്ടിയെ വേണമെന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇതേപോലെ ഒന്നെന്നുള്ളത് മാറ്റി ഒരു 6 എണ്ണത്തിന് പല ബ്ലഡ് ലൈനിൽ നിന്ന് ഇറക്കിയ 6 ഡോഗ്സിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇത് റഷ്യയാണ് ഇതിൻ്റെ സ്വദേശം. ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ഈ ആളുകളെയൊക്കെ വലിച്ച് ഇങ്ങനെ ദൂരസ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകാനും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു വർക്കിംഗ് ഡോഗാണ്. പിന്നെ ആങ്സൈറ്റി ഡിസോർഡറൊക്കെ ഉള്ളവർക്കൊരു തെറാപ്പി ഡോഗായിട്ട് ഇത് യൂസ് ചെയ്യണമുണ്ട്. കാരണം ഇത് വളരെ ഫ്രണ്ട്ലിയാണ്, എല്ലായിടത്തും ഭയങ്കര സ്നേഹവും കാര്യങ്ങളുമാണ്. ഇതൊരു ഗാർഡ് ഡോഗല്ല, നല്ലൊരു പെറ്റ് ഡോഗാണിത്. ചൗച്ചൗ ഞാൻ വളർത്തിയിട്ടില്ല, പക്ഷെ എന്നാലും കേട്ടൊരു അറിവ് വെച്ച് കുറച്ച് അഗ്രസീവാണ് ചൗച്ചൗ. ഇതെന്ന് പറയുന്നത് അഗ്രസീവ് ഒന്നുമല്ല. ഇതിപ്പോൾ ചേട്ടൻ ഇപ്പോൾ വന്നിട്ട് ചേട്ടനടുത്തായാലും എല്ലായിടത്തായാലും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് പോണ ഒരു ഡോഗാണ്. ഇനി നമ്മളൊരു 2 വർഷമായ സമൂഹിനെ കൊണ്ടുപോയാലും അത് ഒരു 2 ദിവസം ആഹാരം കൊടുക്കാൻ നിർത്തി തന്നെ എല്ലാവരുടെയും ഇണങ്ങും. നല്ലൊരു പ്ലേഫുള്ളാണ്, ചുമ്മാ കിടക്കൂല, എപ്പോഴും ഓടിച്ചാടി നിൽക്കുന്ന ഒരു ഡോഗാണ്. ഇവളെ പേര്, സർട്ടിഫിക്കറ്റിലെ പേര് വേറെയാണ്. നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് അമ്മു എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ഫീമെയിലാണ്. ഭയങ്കര സ്നേഹമാണ് നമ്മളടുത്ത്. എൻ്റെ മോളാണ് ഇതിനെ കൊച്ചിലെ മുതൽ എൻ്റെ ഡോഗ്സിൽ ഏറ്റവും അവർക്ക് ഇഷ്ടം ഈ ഡോഗിനെയാണ്, അമ്മു. കാരണം ബാക്കിയുള്ള ഡോഗ്സൊക്കെ കേജിലാണ്, ഈ അമ്മു മാത്രമാണ് താഴെ കിടന്ന് കളിക്കണതും നമ്മൾ വീട്ടിൽ റൂമിൽ കയറണതും ഈ ഒരു ഡോഗാണ്. കാരണം ഇവളെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിന്. കാരണം ചെറുതിലെ മുതലേ അവൾക്ക് 1 വയസ്സുള്ളപ്പോഴേ മുതലേ കളിച്ചു തുടങ്ങിയതാണ്. ഭയങ്കര സ്നേഹമാണ്. സംഭവം ഇത്രയും ഡോഗ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മാറാനേ പറ്റൂല. പക്ഷെ അങ്ങനെ ഒരു കല്യാണമോ, ദൂരെ ഒരു കല്യാണമോ കാര്യങ്ങളോ മരിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോയാലും ഇവളും വേറൊരാളും ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമമാണ്. അവർ നമ്മളെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും. ഞാൻ അവിടെ 2-3 ഡോഗ്സിനെ തുറന്നുകൊണ്ടിരിക്കണം. അതെന്തായാലും ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും. അത്രയ്ക്ക് നമ്മുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഈ 2 ഡോഗ്സ്. ഭക്ഷണക്രമം ഞാനൊരു 24 ദിവസം വരെ ഒരു 7 ടൈംസ് ഫീഡ് ചെയ്യാറുണ്ട്. ഒരു 3 മണിക്കൂറുടെ വിട്ട് മദറിൻ്റെ മിൽക്കാണ് കൊടുക്കുന്നത്. കാരണം അതിൽ നിന്ന് ഈ ഇമ്മ്യൂണിറ്റി കാര്യങ്ങൾ കിട്ടാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പയ്യെ മദർ മിൽക്കിൻ്റെയൊപ്പം സ്റ്റാർട്ടർ, NAD സ്റ്റാർട്ടറാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 60 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ 4 നേരമാണ് ഫീഡ് ചെയ്യണത്. 3 നേരം NADയുടെ സ്റ്റാർട്ടറും കൊടുക്കും. 1 നേരം ചിക്കനും കുറച്ച് വെജിറ്റബിൾസ്, പംകിൻ അതൊക്കെ മിക്സ് ചെയ്ത് ചോറ് അങ്ങനെയാണ് കൊടുക്കണം. ഫിഷ് അങ്ങനെ മിക്സ് ചെയ്ത് ഇപ്പോൾ പയ്യെ കൊടുത്തപ്പോൾ ചോറും ചിക്കനും ഫിഷൊക്കെ കഴിക്കണമുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയുള്ളൂ. എൻ്റെ അഡൽട്ട് ഡോഗ്സിന് ഞാൻ കൊടുക്കുന്നത് 2 ടൈംസാണ് ഫീഡ് ചെയ്യണത്. മോർണിംഗ് ഡ്രൈ ഫുഡും കൊടുക്കും. രാത്രി വൈകുന്നേരം ഒരു 7-7:30 ചിക്കനും ചോറും വെജിറ്റബിൾസ്, തൈര് ഇങ്ങനെയുള്ളതാണ് കൊടുക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ കോട്ട് കാര്യങ്ങൾ നിലനിർത്താനായിട്ട് ന്യൂട്രിക്കോട്ട് അഡ്വാൻസ് എന്ന ഒരു സപ്ലിമെൻ്റാണ് ഞാൻ കൊടുക്കുന്നത്. ഏത് ഡബിൾ കോട്ട് ഡോഗായാലും നല്ല മെയിൻ്റെനൻസ് ഉണ്ട്. എല്ലാ ഡബിൾ കോട്ട് ഡോഗിനും മെയിൻ്റെനൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടാണ് ഇതിനെ വാങ്ങിക്കണത്. പിന്നെ ചിലർ ഭംഗി കണ്ട് വാങ്ങിക്കുകയും ചെയ്യും. ആദ്യത്തെ ഒരു 2-3 മാസം കഴിയുമ്പോൾ അവർക്ക് മടുത്തിട്ട് മാക്സിമം ആ ഡോഗ് അങ്ങ് കുളമാവും. അപ്പം നമ്മൾ പറ്റുമെന്നുള്ളവർ മാത്രമേ ഈ ഡോഗ്സിനെ, ഡബിൾ കോട്ട് ഡോഗ്സിനെ വാങ്ങിക്കാൻ പാടുള്ളൂ. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീക്കിലി എങ്കിലും ഇതിനെ ബ്രഷ് ചെയ്യുക, മെയിനായിട്ട് ജട പിടിക്കാൻ നോക്കുക. പിന്നെ ഒരു വൈറ്റനിങ് ഷാമ്പു വെച്ച് കുളിപ്പിക്കുക, ഒരു കണ്ടീഷണർ ഉപയോഗിച്ച് കുളിപ്പിക്കുക. മാസത്തിലൊരിക്കലെങ്കിലും ഒരു മെഡിക്കേറ്റഡ് ഷാമ്പു ഉപയോഗിച്ച് കുളിപ്പിക്കുക. അങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതുവരെയ്ക്കും എനിക്കങ്ങനെ സ്കിന്നിൽ കാര്യങ്ങളോ ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നിട്ടില്ല. പിന്നെ നമുക്ക് 2 രീതിയിൽ വളർത്താം. നമുക്ക് വലിയ റിച്ചായിട്ടും വളർത്താം, പൈസ എക്സ്പെൻസ് ചിലവാക്കിയും വളർത്താം, അല്ലാതെ നോർമലായിട്ടും വളർത്താം. എങ്ങനെ വേണം വളർത്താം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പൈസ ചിലവാക്കിയാലേ അസുഖങ്ങൾ കാര്യങ്ങൾ വരാതിരിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് എനിക്ക് മുമ്പ് ഒരു അബദ്ധം പറ്റിയതാണ്. നമ്മൾ കുറഞ്ഞ ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻഫെക്ഷന് കാര്യങ്ങൾ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. നമ്മളെപ്പോഴും നല്ല കുറച്ച് ഡോഗ്സിനെ വളർത്തുമ്പോൾ നല്ല പ്രീമിയം ഫുഡ് തന്നെ വാങ്ങിച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവർക്ക് ഇപ്പോൾ 2.5 വയസ്സായി. ഇവളെ 2ാമത്തെ ലിറ്ററാണ് ഇത്. 1 ലിറ്ററിലെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് മാക്സിമം ഒരു 7 പപ്പീസാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നോർമലി സാമോയിഡിൻ്റെത് ഒരു 4-5 പപ്പീസൊക്കെ കിട്ടാറുള്ളൂ. ഇപ്പോൾ
ഇവക്ക് 7 കുട്ടികളുണ്ടായിരുന്നതിൽ 2 ഡെഡായി പോയി. കാരണം ഒരു 4 മണിക്കൂർ ഡെലിവറി നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കഴിയുമെന്ന് വിചാരിച്ച് ഞാൻ പോയി കിടന്ന് ഉറങ്ങി രാവിലെ എണീച്ചപ്പോഴാണ് 2 കൂടെ കൂട്ടി കിടക്കണത് ഞാൻ കണ്ടത്. അങ്ങനെ ആദ്യം 5 ഉണ്ടായി, പിന്നെ 2 അത് ഡെഡായാണ് വന്നത്. അങ്ങനെ 7 കുട്ടികളുണ്ടായിരുന്നു ഇവർക്ക്. ഇവൻ്റെ പേര് ജിമ്മി എന്നാണ്, മെയിലാണ്. ഈ കുട്ടിയുടെ അച്ഛനാണ്. ഇവന് ഏകദേശം ഒരു 3.5 വയസ്സടുപ്പിച്ച് പ്രായമായി. ഇവനെ ഞാൻ അഡൽട്ടായിരുന്നപ്പോഴാണ് കൊണ്ടുവന്നത്. കാരണം ഇതൊരു റിസൾട്ട് പ്രൂവൺ മെയിലാണ്. ഒരു മാക്സിമം ഒരു 6-7 കുട്ടികൾ ഇവൻ്റെ നിന്ന് കിട്ടാറുണ്ട് എനിക്ക്. കാരണം നല്ല ഒരു സ്പാം ക്വാളിറ്റി കാര്യങ്ങളുള്ള ഒരു മെയിലാണ് ഇവൻ. ഇത് തണുത്ത രാജ്യത്തുള്ള ഡോഗാണ്. നമ്മളിവിടെ വന്നിട്ടുള്ള ഒരുവിധം എല്ലാം തണുത്ത രാജ്യത്തു നിന്ന് വന്ന ഡോഗ്സാണ് ഇവിടെ വന്ന എല്ലാ ഡോഗ്സും. അതൊക്കെ പയ്യെ സർവൈവ് ആയി വന്ന് നമ്മളെ ക്ലൈമറ്റിനോട് യോജിച്ച ഡോഗ്സായിട്ട് മാറി. ഇത് നമുക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് ഒരു ഡോഗിനെ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മുടെ ക്ലൈമറ്റിനോട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുള്ളൂ. ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ എല്ലാ ഡോഗ്സും അതിൽ ഒരു ഡോഗ്സ് ഈ അഡൽറ്റ് ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ പപ്പീസിനാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ത്യയിൽ ജനിച്ച കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചൂട് കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരാറില്ല, ഹ്യൂമിഡിറ്റി ഒന്നും വലിയ വിഷയം വരാറില്ല. പിന്നെ ഏത് ഡോഗ്സിനായാലും ഒരു 35 ഡിഗ്രിക്കൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലൊക്കെ ഒരു ഫാനൊക്കെ വെച്ച് കൊടുക്കണം, നല്ലതാണ്. എൻ്റെ ഡോഗ്സ് ഇവിടെ കേരളത്തിലൊരു 3-4 സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതുവരെയ്ക്കും യാതൊരു പ്രശ്നങ്ങളും ഒന്നും വന്നിട്ടില്ല. പിന്നെ പറയാൻ പറ്റില്ല, ഹീറ്റ് സ്ട്രോക്കൊക്കെ ഒരുപാട് ഇവിടെ ജർമ്മൻ ഷെപ്പേർഡിനും റോഡ് വീലറിനും തന്നെ ഒരുപാട് വരണുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ആ ചൂട് ടൈമിലൊക്കെ ഒന്ന് കെയറിങ് കൊടുക്കണം, നല്ലതാണ്. പിന്നെ AC അതിൻ്റെ ആവശ്യമൊന്നുമില്ല, AC കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ AC ഇല്ല. ഇപ്പോൾ ഞാൻ ഒരു 3.5 വർഷമായി അടുപ്പിച്ചായി, ഇതുവരെയ്ക്കും അങ്ങനെ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. നമ്മൾ കെയർ ചെയ്യുക വന്നു ഒരു മാർച്ച് ഏപ്രിൽ ആ ടൈമിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ കെയർ ചെയ്യുക. തൈര് കാര്യങ്ങൾ അങ്ങനെ ഒന്ന് കൊടുത്ത് തണുത്ത ആഹാരങ്ങൾ മാക്സിമം കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകും. ഈ സാമോയിഡിൻ്റെ പപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോളാം, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് കാണുമ്പോൾ മദറിൻ്റെ മിൽക്കൊക്കെ കുടിച്ച് നല്ല ഒരു ബൊമ്മ കുട്ടി പോലെ ഇരിക്കും. പക്ഷേ അത് പയ്യെ ഒരു 2-3 മാസം കഴിയുമ്പോൾ അതിൻ്റെ സൈസൊക്കെ പയ്യെ കുറഞ്ഞ് വന്ന് ആ ഒരു ക്യൂട്ട്നെസ് പോകും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു 60 ദിവസത്തിൽ ഇരിക്കുന്ന ക്യൂട്ട്നെസ്സാണ് നമുക്കിതാ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഈ 2.5 വയസ്സിലും 3 വയസ്സിലും കാണുന്ന ക്യൂട്ട്നെസ്. ഈ കൊണ്ടുപോയവരായാലും എൻ്റെ അടുത്ത് ഇതുവരെയ്ക്കും ഒരു കുറ്റങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇനി അവർക്ക് മാറ്റിങ്ങിന് കാര്യങ്ങൾ അടുത്തപ്പോൾ വരാൻ വേണ്ടി ഇരിക്കുന്നതാണ് ആദ്യത്തെ പപ്പി കൊണ്ടുപോയവരൊക്കെ. മാർക്കറ്റ് പൊതുവേ ഡൗൺ എന്നാണ് ഞാൻ കേട്ടത്. കാരണം ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് എക്സ്പെൻസ് ഒരുപാടാവണുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു പാഷൻ്റെ പുറത്തായിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ജോലി കളഞ്ഞിട്ട് വന്നാണ് എൻ്റെ പാഷൻ്റെ പുറത്ത് ഇതിനെ ഞാൻ നോക്കണേണ്. അപ്പോൾ ഇതിന് എനിക്ക് ഒരുപാട് എക്സ്പെൻസ് ആവണുണ്ട്. പപ്പീസൊക്കെ എൻ്റെ അങ്ങനെ ഒരുപാട് പപ്പീസൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് പപ്പീസ് ഉണ്ടായതും കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഒരു 8 പപ്പീസ് അടുപ്പിച്ച് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിൽ എനിക്കൊരു 6 പപ്പീസും പോയിട്ടുണ്ട്. ആ 2 ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്, സെമി അഡൽട്ടായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ആ പപ്പീസിന് ഞാൻ കൊടുത്തതെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ 80,000 ആ റേഞ്ചിലാണ് കൊടുത്തത്. എൻ്റെ 2 പപ്പി ഇവിടെ നിന്നെന്ന് പറഞ്ഞ ആ ടൈമിൽ എനിക്ക് 60,000 രൂപയ്ക്കും പപ്പി വാങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ കാരണം നമ്മൾ ഈ നോക്കിയ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പം ഞാൻ ചേട്ടൻ്റെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ ഡോഗ്സിന് തന്നെ 2 പാക്കറ്റ് N&Dയുടെ ഫുഡ് സ്റ്റാർട്ടർ അത് തന്നെ ഇപ്പോൾ തീർന്നായിരുന്നു. കാരണം നല്ല എക്സ്പെൻസാണ് നോക്കണത്. അത് നമ്മൾ അത്രയ്ക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഭാവിയിൽ ഡോഗ്സിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരില്ല. അപ്പോൾ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ മോശം ഫീഡിങ്ങും കാര്യങ്ങളും കൊടുത്ത് അതിൻ്റെ ബ്ലഡിലൊക്കെ ഇൻഫെക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ തോറും കയറി ഇറങ്ങേണ്ടി വരും ഈ കൊണ്ടുപോകുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം നോക്കിയും കണ്ട് റെപ്യൂട്ടഡ് ഒരു ബ്രീഡറിൻ്റെ നിന്ന് എപ്പോഴും പപ്പീസിനെ എടുക്കാൻ നോക്കുക. ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പപ്പീസ് എടുക്കുന്ന ടൈമിൽ ഒരു ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് അതിൽ യാതൊരു ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ഞാൻ മാക്സിമം അങ്ങനെ പപ്പീസ് കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുപോയതിന് ശേഷം പറഞ്ഞ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഇതിൽ തന്നെ വേണമെങ്കിൽ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുമ്പ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് 80,000 ആ റേഞ്ചിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തന്നെ കുട്ടികൾ 2 ഡോഗ്സ് ഡെലിവറി ആയി കിടപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ജോബ് റെഡി ആയിട്ടുണ്ട് യൂറോപ്പിലോട്ട്. അപ്പോൾ മാക്സിമം ഡോഗ്സിനെ കുറയ്ക്കാനുള്ള പരിപാടിയാണ്. പിന്നെ തൊട്ടടുത്തൊക്കെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ പറഞ്ഞ് കംപ്ലൈൻറ്റൊക്കെ പറയാൻ തുടങ്ങി, ഇത്രയും എണ്ണം കൂടിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 40 റേഞ്ചിൽ പകുതി പൈസയ്ക്ക് കൊടുക്കാമെന്നുള്ളതിൽ നിൽക്കുകയാണ്. പകുതി പൈസയ്ക്ക് സന്തോഷത്തിൻ്റെ പുറത്താണ് ഈ സംഭവം. ഈ ഒരു പ്രാന്ത് കൊച്ചിലെ മുതൽ വന്നു കഴിഞ്ഞാൽ ഇത് മരണം വരെ നമ്മളെ വിട്ട് പോകില്ല. കാരണം അങ്ങനെയാണ് ഈ പെറ്റ്സിനോടുള്ള ഒരു പ്രാന്തെന്ന് പറയുന്നത്. അതിനി എത്ര നാൾ ഇത് മരണം വരെ നമ്മളെ കൂടെ കാണും. അങ്ങനെയാണ്. കാരണം ഫാമിലിക്കും ഇവക്കും ഈ ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ ഇവക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോകണം. ഫാമിലി അത്രത്തോളം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്തും കൂടൊക്കെ ക്ലീൻ ചെയ്യണതും പപ്പീസിനെ ബ്രഷ് ചെയ്യണതൊക്കെ അവൾ തന്നെ എല്ലാം ചെയ്യണം. പിന്നെ ആദ്യത്തെ 6 മാസം ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ പപ്പിയെ നോക്കിയതും അവളാണ് നോക്കിയത്. ഞാനിതൊരു സൈഡായിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു.
പിന്നെ മെയിൻ ആക്കിയതെന്ന് പറഞ്ഞാൽ അത് ഇവർക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്താണ് ഞാൻ ഇവിടെ ജോലി കളഞ്ഞിട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ജോലി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡോഗ്സിനെ മാക്സിമം ഒന്ന് കുറയ്ക്കാനുള്ള പരിപാടി നോക്കണത്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് സാമൂഹികനെ കിട്ടുന്നതാണ്. കാരണം നിങ്ങൾ പുറത്ത് പോയി വേറെ സ്റ്റേറ്റിൽ പോയി എടുത്താലും ഈ ഒരു റേറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ വിളിക്കാനും നിൽക്കേണ്ട, താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക.